അസ്സലാമലൈക്കും. എൻ്റെ ഉപ്പച്ചി മരിച്ച് കുറേ നാളായിരിക്കുന്നു. എൻ്റെ ഉമ്മ എല്ലാം ഞങ്ങൾക്ക് സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. പൈസയില്ലാത്ത മക്കളാണ്. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഒരു ചെറിയൊരു കൊച്ചു വീട് മാത്രം മതി. പുറത്ത് കിടക്കാൻ പറ്റാത്തവരാണ്. ഉമ്മച്ചല്ലാണ്ട് വേറെ ആരുമില്ല. പഠിച്ചിട്ട് ഞങ്ങളെ സഹായിക്കണം. സ്കൂൾക്കും മദ്രസക്കും പോകാത്ത പറ്റാത്ത അവസാനമാണ്. ഞങ്ങൾക്ക് പൈസ ഒന്നും ഇല്ല. ശരിക്കും ഭക്ഷണം തന്നെ കഴിക്കാൻ ആവശ്യമില്ല. പഠിച്ചവനത്ത് എല്ലാവരും സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ ഉപ്പച്ചി മറന്നു വിട്ടുപോയി. ക്യാൻസർ ബാധിച്ചു. എല്ലാവരും സഹായിക്കണം. എനിക്കിപ്പോൾ ഉമ്മ മാത്രമേ ഉള്ളൂ. എല്ലാവരും പഠിച്ചവനെ സഹായിക്കണം. വേറെ ആരുമില്ല. നിങ്ങൾ പഠിച്ചവനെ സഹായിക്കണം. അസ്സലാമലൈക്കും. ഞാൻ വളരെ കഷ്ടപ്പാടിലുള്ളത്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 9 കൊല്ലത്തോളമായി. എനിക്ക് 2 യത്തീമായ മക്കളാണുള്ളത്. എല്ലാം ഞാൻ കഷ്ടപ്പാടിൽ വാടക കൊടുക്കാതെ 9 മാസത്തോളമായി. എൻ്റെ ഈ കഷ്ടം എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിനെ അറിഞ്ഞിട്ട് നിങ്ങൾ സഹായിക്കണം, രക്ഷപ്പെടുത്തണം. എന്താണ് നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടെന്ന് പോലും അറിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണ്. ഈ 2 മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് എങ്ങനെയാണിത് പറയാന്ന് എനിക്കറിയില്ല. കാരണം ഈ 2 മക്കളിപ്പോൾ അനാഥരാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഈ മക്കളുടെ പിതാവ് മരണപ്പെടുകയും അന്ന് മുതൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സഹോദരി 2 മക്കളെയും വളർത്തിയത്. എന്നാലിപ്പോൾ ഈ സഹോദരിക്കൊരു ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്വാർട്ടേഴ്സിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ആകെ മൊത്തത്തിലൊരു പ്രയാസകരമായ ഒരു അവസ്ഥയാണുള്ളത്. വല്ലാത്തൊരു സങ്കട കാഴ്ച. ഈ ഒരു കൊച്ചു റൂമിലാണ് ഈ കുടുംബം കഴിയണത്. ഇതിൻ്റെ തന്നെ വാടക കൊടുത്തിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് പറയേണ്ടായത്. യത്തീമായ മക്കളാണ്. ഇവരെ നാം ചേർത്ത് പിടിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ഈ മക്കളൊക്കെ മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ മക്കൾക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയെങ്കിൽ എത്രമാത്രം നാം സങ്കടപ്പെടും പ്രിയപ്പെട്ടവർ. ആകെ ഒരു ആഗ്രഹം പറയുന്നത് ഒരടച്ചുറപ്പുള്ളൊരു വീട്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഈ മക്കളെ കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലാണെന്ന് ഈ സഹോദരി പറഞ്ഞത്. നമ്മളല്ലാതെ ഈ കുടുംബത്തെ സഹായിക്കാൻ ആരുമില്ല പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അനാഥരുടെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെ നാം താലോലിക്കരുത് എന്ന്. എന്നാൽ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്താണ് എനിക്ക് പറയേണ്ടെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. ഇവരെ നാം ചേർത്ത് പിടിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ സമാധാനം പറയേണ്ടി വരും പ്രിയപ്പെട്ടവർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ ചാരിറ്റി പ്രവർത്തനമായി എല്ലാവരും സഹകരിക്കുക. പരസ്പരം ചെയ്യേണ്ടത് ഏറ്റവും എല്ലാ മതസ്ഥരും പഠിപ്പിക്കുന്നത് പരസ്പരമുള്ള കാരുണ്യമാണ്. പ്രവാചകനും അതുപോലെ തന്നെ മറ്റുള്ള മതസ്ഥരൊക്കെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല വീടുകളൊക്കെ സുഖിക്കുമ്പോൾ, നമ്മളെപ്പോലെ ഒരുപാട് പാവങ്ങൾ കിടക്കാൻ ഇടമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ നമുക്കിടയിൽ ജീവിക്കുമ്പോൾ അവരെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹകരണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയും കൂടിയാണ്. നമസ്കാരം എല്ലാവർക്കും. നമ്മളിവിടെ കാസർഗോഡ് ജില്ലേൻ്റെ മജ്ബയിൽ മീഞ്ച പഞ്ചായത്തിൻ്റെ മജ്ബയിൽ വാർഡിൻ്റെ മെമ്പറാണ് ആശാലത BM എൻ്റെ പേര്. എൻ്റെ വാർഡിൽ ഒരു വാടകത്തിൽ താമസിക്കുന്ന ഫാത്തിമത്ത് സൗറ എന്നവർ വീടില്ലാതെ ഉണ്ട്. അപ്പോൾ അതിന് കുറേ കൊല്ലമായി. അവർ ഹസ്ബൻഡ് മരിച്ചിട്ട് മറക്കമായ രോഗം വന്നിട്ട് അവർ മരിച്ചിട്ടായ പിന്നെ അവർക്ക് ഒരേ സ്ഥലമൊന്നും കിട്ടാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ആയില്ല. ഒരു വീട് തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളൊക്കെ ഉണ്ടാവുമെന്നു ഉറപ്പ് വരുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ മുസ്തഫ കടുമ്പാറാണ്. കാസർഗോഡ് ജില്ലയിലെ മീഞ്ച പഞ്ചായത്തിലെ 11-ാം വാർഡിൽ വെച്ച് ഒരു ഫാത്തിമത്ത് സുഹറ എന്ന് പറയുന്ന ഒരു പെണ്ണുങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് 9 കൊല്ലമായി. ആ പെണ്ണുങ്ങൾക്ക് 2 മക്കളും കുടുംബങ്ങളാണ്. ആ പെണ്ണുങ്ങൾ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സാണ് നമ്മൾ കാണുന്നുള്ളത്. ഈ ക്വാർട്ടേഴ്സിൻ്റെ വാടക കൊടുക്കാതെ 9 മാസമായെന്നാണ് ആ സ്ത്രീ പറയുന്നത്. ആ കുടുംബത്തിൽ വേറെ ആരും രക്ഷിതാക്കളില്ല. ആ കുടുംബത്തിന്, ആ മക്കൾക്ക് താമസിക്കാൻ ഒരു കൂട് പോരെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
അതിനാൽ ആരെല്ലാം സഹായിക്കുന്നു അവരെല്ലാം ദൈവം തമ്പുരാനായ അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കൈയും കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലും നമ്മൾ ഉൾപ്പെടുക. ആ ആമി എന്ന് പറയുമ്പോൾ അതിലും ഒരു കൂലി നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദീനി സ്നേഹികളായ സുഹൃത്തുക്കളെ, ഞങ്ങളെ ക്വാർട്ടേഴ്സിൽ ഈ വീഡിയോയിൽ പറയപ്പെട്ട ഒരു പെണ്ണുങ്ങളും 2 കുട്ടികളുമായിട്ട് 5 വർഷം മുതൽ താമസിച്ചു വരികയാണ്. പക്ഷെ വളരെയധികം ദയനീയാവസ്ഥയിലാണുള്ളത്. കാരണം അവർക്കൊരു ചിലവ് കൊടുക്കാനോ അവർക്കുള്ള ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അവർക്കുള്ള ഒരു ചിലവിന് ഒരു കാര്യമില്ല, ഒരു ആവതുമില്ലാതെ വളരെ വിഷമത്തിലാണ്. അതുകൊണ്ട് ഞാനതിൻ്റെ ഈ ക്വാർട്ടേഴ്സിൻ്റെ ഓണറാണ്. അവർക്കുള്ള ഈ ദയനീയ അവസ്ഥ കണ്ട് ഞാൻ ഇതുവരെ ഒരു 9 മാസം മുതൽ വാടക വാങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ദീനി സ്നേഹികളായ മുസ്ലിം സുഹൃത്തുക്കൾ നമ്മളെല്ലാവരും കൂടി അവർക്ക് നല്ല ഒരു വാർപ്പിടമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് കൊടുക്കണം. നമ്മളെല്ലാവരും അതിന് സഹായ സഹകരണം ചെയ്ത് നല്ലൊരു വഴി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ദീനി ഇസ്ലാമിൻ്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥയാണ്. നിങ്ങളെല്ലാവരും അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിനെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. എല്ലാവരും കഴിയുന്ന രീതിയിൽ ഈ കുടുംബത്തിനെ സഹായിക്കേണ്ടതാണ്. യതീം മക്കളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസത്തിലാണ്. തീർച്ചയായും ഈ കുടുംബത്തിനെ എല്ലാവരും ഒന്ന് കൈയോർത്ത് ചേർത്ത് പിടിക്കേണ്ടതാണ്.